നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് വെഞ്ഞാറമൂട് കൊലപാതകം. 5ഓളം വേണ്ടപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു ചെറുപ്പക്കാരൻ. അതായിരുന്നു ആ കേസിന്റെ ഏറ്റവും വലിയ ഞെട്ടലുളവാക്കിയ കാര്യം. സഹോദരൻ, പ്രണയിനി, അങ്ങനെ അവന് വേണ്ടുന്ന അവന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള 5 പേരെയായിരുന്നു അവൻ കൊലപ്പെടുത്തിയത്. ഇപ്പോഴിതാ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു സിനിമ പുറത്തിറങ്ങാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് അഫാൻ എന്ന് പറയുന്ന ആ പ്രതിയുടെ പിതാവ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. കാലം പറഞ്ഞ കഥ എന്ന തലക്കെട്ടോടുകൂടിയുള്ള സിനിമയുടെ റിലീസ് അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അഫാന്റെ പിതാവ് റഹീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിചാരണ നടക്കാനിരിക്കെ സിനിമ റിലീസ് ചെയ്യുന്നത് മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് കാരണമാകുമെന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹർജി. തന്റെ മകന്റെ അവകാശത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഇങ്ങനെയൊരു സിനിമ ഇറക്കരുതെന്നും ആ പിതാവ് വ്യക്തമാക്കുന്നതായാണ് വിവരങ്ങൾ. എന്തായാലും ആ സിനിമയ്ക്ക് തടയിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫാന്റെ പിതാവ് തന്നെ രംഗത്തേക്ക് വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24-നാണ് നാടിന് നടക്കിയിട്ടുള്ള ആ അരുംകൊല കേരളത്തിൽ നമ്മളൊക്കെ കേട്ടത്. ഒന്നും രണ്ടുമല്ല, ആകെ മൊത്തം 5 പേരുടെ ജീവനെടുത്ത ആ രാത്രി ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയാണ് ആ പ്രതി കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ വേദനാജനകമായിട്ടുള്ള കാര്യം. സഹോദരൻ, കാമുകി, ഉമ്മുമ്മയുൾപ്പെടെ 5 ബന്ധുക്കൾ. വെഞ്ഞാറമൂട് പെരുമല സൽമാസിൽ അഫാൻ എന്ന് പറയുന്ന 25 വയസ്സുകാരനായിരുന്നു ഈ കേസിലെ ഏകപ്രതി. പിതൃമാതാവ് പാങ്ങോട് താഴെ പാങ്ങോട് മസ്ജിദിന് സമീപം താമസിച്ചിരുന്ന 91 വയസ്സുള്ള സൽമാ ബീവി അവരെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയതായിരുന്നു അഫാൻ. ആ കുറ്റപത്രമാണ് ആദ്യമായിട്ട് ഈ കേസിൽ സമർപ്പിക്കുന്നത്. ഫെബ്രുവരി 24-നാണ് നാടിന് നടക്കുന്ന ആ അരും കൊലപാതക പരമ്പര നമ്മളൊക്കെ കേട്ടത്. പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മാതാവായ ഷെമിയെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചിടുകയായിരുന്നു. ഇതിനുശേഷം ഉറ്റ ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ച് തന്നെയാണ് ചുറ്റി ഉപയോഗിച്ച് അയാൾ കൊലപ്പെടുത്തുന്നത്. മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു 5 കൊലപാതകങ്ങൾ അഫാന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കടബാധ്യത രൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് അഫാന് വൈരാഗ്യമുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് കണ്ടെത്തുന്നു. കടം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്താൻ അഫാൻ പിന്നീട് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അരുംകൊല നടന്നതെന്നുമാണ് കുറ്റപത്രം. പിതാവിന്റെ മാതാവ് സൽമാ ബീവിയോട് വിവിധ സമയങ്ങളിൽ താൻ പണം ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാത്തതിന്റെ വൈരാഗ്യമായിരുന്നു എന്ന് അഫാൻ തന്നെ മൊഴി നൽകിയിരുന്നു. പണയം വയ്ക്കാൻ വേണ്ടി സ്വർണമടക്കം ഉമ്മയോട് ചോദിക്കുന്നു. പക്ഷെ അതും നൽകാതിരുന്നതിന്റെ വൈരാഗ്യവും കൊലപാതകത്തിലേക്ക് നയിച്ചു. സൽമാ ബീവി അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം അവർ ധരിച്ചിരുന്ന മാല പൊട്ടിച്ചെറിഞ്ഞ് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തി. കൂട്ടക്കൊലപാതകം 3 കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത്. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 89 ദിവസം പൂർത്തിയായപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നു. 450 പേജുകളുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളുടെയും 40 തൊണ്ടിമുതലുകളുടെയും വിവരങ്ങൾ അടക്കമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ, ഭാര്യ സാജിദ ബീവി എന്നിവരെ SN പുരത്ത് വീട്ടിൽ എത്തിയാണ് കൊലപ്പെടുത്തിയത്. ഈ കേസ് കിളിമാനൂർ SHOയും സുഹൃത്തായിട്ടുള്ള ഫർസാനയെ കൊലപ്പെടുത്തിയ കേസിൽ, സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ, പെരുമല വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് SHOയുമാണ് അന്വേഷണം നടത്തി വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ കൊലപാതകം കഴിഞ്ഞു, പ്രതി കുറ്റസമ്മതം നടത്തി, കേസന്വേഷണം നടപടികളൊക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി
ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഒരു ഞായറാഴ്ചയാണ് 11 മണിയോടെ പൂജപ്പുര ജയിലിലെ UTB ബ്ലോക്കിലെ ശുചിമുറിയിൽ അയാൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നതും പിന്നീട് ആശുപത്രിയിലാകുന്നതും. അത്തരത്തിൽ മാനസികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം. തൻ്റെ ഏക പ്രതീക്ഷകളായിരുന്ന 2 മക്കൾ, ഒരാൾ മരണപ്പെട്ടു, ഒരാൾ ജയിലിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതേ കഥ പറഞ്ഞുകൊണ്ടുള്ള സിനിമ ഇറങ്ങുന്നത് തനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിതാവ് രംഗത്തേക്ക് വരുന്നത്. സിനിമ റദ്ദാക്കണം, അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നതിന്റെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ റഹീം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം.